ടു അവർ യൂട്യൂബ് ചാനൽ. സോ കൊച്ചൊരു ബ്രേക്ക്, കൊച്ചല്ല കുറച്ചധികം ബ്രേക്ക്, അതായത് ഓൾമോസ്റ്റ് ഒരു 1 month ആയിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ റീസൺ പേഴ്സണൽ കാര്യങ്ങൾ തന്നെയാണ്. വൺ ഓഫ് ദ റീസൺ ഓൾറെഡി ഞാനത് ഷോർട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബിസി സ്കെഡ്യൂൾസ് ആയിരുന്നു. നമ്മൾ കുറച്ച് നമ്മുടേതായ കാര്യങ്ങളുടെ ഓട്ടത്തിലായിരുന്നു. ആൻഡ് ഫൈനലി ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസത്തിലെത്തി. അപ്പോൾ ഇന്ന് തന്നെ എഗെയിൻ നമ്മളുടെ ബാക്ക് ടു യൂട്യൂബിൻ്റെ ലൈഫിലേക്ക് വരാം. ഇന്ന് ഒരു തുടക്കം എഗെയിൻ ആവാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നേക്കാം. ടോണിയങ്കയിലെ ചേട്ടൻ ചോദിച്ചു, ചേട്ടനല്ല എൻ്റെ സ്ഥിരമായിട്ട് ഹെയർ കട്ട് ചെയ്യണേ, വീഡിയോസ് എന്നാ ഇടണേ, എപ്പോഴാണ് ഇടണേ, കണ്ടില്ലല്ലോ കുറെ പറഞ്ഞിട്ട്. നമ്മളങ്ങനെ ഫിക്സഡ് ഡേറ്റോ ടൈമോ ഒന്നും ഇല്ല നമ്മുടെ ചാനലില്. ബട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഇടാറുണ്ട്. റീസെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതും ഷോർട്സ് എല്ലാം പെയ്ഡ് പ്രൊമോഷൻസ് മാത്രമായിട്ട് എടുത്തിരുന്നത്. കാരണം പേഴ്സണലി ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. ആൻഡ് ദെൻ ഇപ്പോൾ നമുക്കൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ പുതിയ വണ്ടി എടുക്കാനുള്ള പോലാണ്. സോ നമ്മുടെ പഴയ വണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. നമ്മുടെ സിറ്റി ആയിരുന്നു പഴയ വണ്ടി. ഓൾമോസ്റ്റ് ഒരു 50K എബോവ് ആയിട്ടുണ്ടല്ലേ, 50,000 എബോവ്. അത്രേ 3 വർഷം. അതിൽ കുറേ ഒന്നും നാട്ടിലെ ആളുണ്ടായിരുന്നില്ല. എന്നിട്ടും നാട്ടിൽ വരുന്ന ടൈമിൽ ഇത്രയും ഓടി അത്രയായി. അപ്പോൾ ഓർത്ത് ഒന്ന് നമുക്ക് ചെറിയ രീതിയിലൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഓട്ടം കുറച്ച് കൂടുതലായിരുന്നുകൊണ്ട് EV എടുക്കാം എന്നുള്ളൊരു ഡിസിഷനിലെത്തി. അങ്ങനെ ഒരുപാട് നോക്കി ഫൈനലി നമുക്ക് പറ്റുന്ന രീതിയിൽ ഉള്ളൊരു വണ്ടി ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്, MG. അപ്പോൾ ആദ്യം MGയുടെ EV, ZS EV അതെടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയുണ്ട്, വൈകുന്നേരമായി. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഓഫീസ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും നേരമായി കേട്ടോ. അപ്പോൾ എന്തായാലും ഓൺ ദ വേ ആണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അരുവിൻ്റെ വണ്ടിയിലാണ്. അരുവിനെ പോണ വഴിക്ക് എടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. നല്ല മഴ. ഞാൻ അവിടെ ഇറങ്ങണോ? ഞാൻ പറഞ്ഞല്ലോ, എത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമുക്ക് ഷോറൂമിൽ എത്താൻ പറ്റിയത്. ബിക്കോസ് നല്ല മഴയും ബ്ലോക്കും, പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് കയറേണ്ടിയും വന്നു. എല്ലാം കഴിഞ്ഞെത്തിയപ്പോഴത്തേക്കും ഈ ടൈമായി. പിന്നെ ഇന്ന് തന്നെ എടുക്കാമെന്നുള്ളൊരു ഇത് നമ്മളിങ്ങനെ ഓൾറെഡി ആഗ്രഹിച്ച കാരണം കൊണ്ട് ഓക്കെ എന്നാൽ ഇന്ന് തന്നെ എടുക്കാമെന്നുള്ളതായി അങ്ങനെ വന്നതാണ് കേട്ടോ. ഈ കാണുന്ന റൂബി റെഡ് കാറിലേക്ക് ആദ്യം വന്ന സമയത്ത് നമുക്ക് ഈ കളറിലൊരു പിന്നെയും ഇതിലേക്കൊരു നോട്ടം പോയിരുന്നു. പിന്നെ ഞങ്ങൾ ആലോചിച്ച് വെച്ചാൽ എൻ്റെ ആദ്യത്തെ വണ്ടി ആസ്പയറിന് ഈ സെയിം കളറായിരുന്നു. അപ്പോൾ പിന്നെയും ഓർത്ത് ബ്ലാക്ക് ഇങ്ങനെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരുന്നൊരു കളറാണല്ലോ, ഇനി അതിൽ നിന്ന് ഒരു ചേഞ്ച് വേണ്ടാന്ന് ഓർത്ത് എഗെയിൻ അതിൽ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്ത കളറിൽ തന്നെ ഫിക്സ് ചെയ്തു. ആദ്യം തന്നെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറും കൂടി ആയിരുന്നു കേട്ടോ, മാംഗോ. സോ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങിയത്. അപ്പം നമ്മൾ ഇത്ര ലേറ്റ് ആയ കാരണം കൊണ്ട് തന്നെ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സാധാരണ ഡെലിവറിക്കൊക്കെ അവർ നല്ലോണം എന്താ പറയുക പ്ലാനിങ് ഒക്കെ വെച്ചിട്ടാണ് ഡെലിവറിയൊക്കെ ചെയ്യാറുള്ളൂ ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഇത്രയും ലേറ്റ് ആയ കാരണം കൊണ്ട് അധികം സ്റ്റാഫും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ചുരുക്കി പെട്ടെന്ന് ഡെലിവറി എടുക്കേണ്ടി വന്നു. അങ്ങനെ കേക്ക് എല്ലാവരും കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അത് മേളിൽ ക്രീമാടി ഈ സംഭവമില്ലേ, വിപ്പിംഗ് ക്രീം, അതുകൊണ്ട് കൊടുക്കാൻ ശരിയായിട്ട്.
അത് നിന്നോട് തന്നെ രാത്രിയായി, ആദ്യമായിട്ടായിരിക്കും വണ്ടി എടുക്കാൻ ഈ സമയത്ത് വരണേ. ഇനി നേരെ വീട്ടിലേക്ക് വരുമോ? വീട്ടിൽ എവിടെയാ വരണേ? എവിടെ കിട്ടണമെന്ന് വെച്ചാൽ അവിടെ ഫ്രണ്ട്സിൽ നോക്കണം. വീട്ടിലേക്ക് അങ്ങനെ വണ്ടി എടുത്തിറങ്ങി. എങ്ങനെയുണ്ട് ഓടിക്കാൻ? സ്മൂത്ത് ആണോ? നല്ല സ്മൂത്ത് ആണോ? ഓക്കെ, കൊള്ളാം. നാളെ പകലാണ് കറക്റ്റ് ഒരു കിട്ടില്ല. അതെ അതെ, ഇ വി എന്നുള്ള ആ ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചു. അതെ, പെട്ടെന്ന് വന്നു, പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റി, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ. ഓക്കേ, വെച്ചിട്ട് പോവാനി ദൂസ് വീട്ടിലേക്ക് കയറുകയാണ്. ഹോണടിച്ചോടാ. ക്ലിയർ അല്ലല്ലോ, കണ്ടിട്ടില്ലേ? കണ്ടു, കൈ നോക്കിയാണ് ഞാൻ തിരിച്ചോണ്ട് വരാം. തിരിച്ചു വരാനുള്ള കണ്ണെടുത്തു അവൻ അതിന്. അതൊന്ന് ഓപ്പൺ ചെയ്തേക്ക്. കീയുടെ കവർ വല്ലതും ആയിരിക്കും അത്. കീ ചെയിൻ. ആ, അത് കൊള്ളാം. ലുക്സ് പ്രിറ്റി. MG. അയ്യോ, വെയിറ്റ് ഒക്കെ ഉണ്ട്. നോക്കട്ടെ. അപ്പോ
കഴിക്കാം. സിറ്റി വാങ്ങിച്ചപ്പല്ലേ ചോക്ലേറ്റ്സ് കിട്ടിയേ? ഒരു കേക്ക് തന്നു. അതിന് കേക്ക് തന്നായിരുന്നല്ലേ? അതിന് കേക്ക് തന്നില്ല നമുക്ക്. ആര് പറഞ്ഞു? ആ അതെ അതെ തന്നു. അതിന് എന്റെ ബർത്ത്ഡേക്ക് എടുത്താണ്. മറ്റേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ബാഗൊക്കെ വാങ്ങിക്കുമ്പോള്ള സ്മെല്ല് ഇല്ലേ? ലെതറിന്റെ. ആ എനിക്ക് ചെരുപ്പ് തരില്ല. അതിപ്പോ പുതിയ നോട്ട് വരുമ്പോ പുതിയ നോട്ടല്ല, സ്കൂൾ ബാഗ് വാങ്ങിക്കണം മണം. പുതിയ വർഷം തുറക്കുമ്പോ ഉള്ള ഒരു മണം. അപ്പൂസിന് പക്ഷെ അതൊന്നും ഫീൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൂസിന് എല്ലാം ബ്രാൻഡഡ്. പുതിയ നോട്ട് നമ്മള് അടിച്ച് കൈ കിട്ടിയ പുതിയ നോട്ടുകള്. പിന്നെ നമ്മുടെ പഠിക്കണ ബുക്ക് വെറുതെ അതെന്താ അതിന്റെ ബോക്സിൽ എന്താ എയർ ഫ്രഷ്നർ ആണോ? എയർ ഫ്രഷ്നർ ആണോ അത്? ആ ബോക്സിൽ ഒരു നൈഫ് എടുത്താടാ. എന്താ ഡോക്യുമെന്റ്സ്. ഓക്കെ തീർന്നു. ഓക്കെ ഹോണ്ട ഫാമിലിയിൽ നിന്ന് MG ഫാമിലിയിലേക്ക്. ഹോണ്ട ടു മോറിസ് കാരേജ്. ലണ്ടൻ ബ്രീഫ്. എയർ ഫ്രഷ്നറാ നല്ലതാണോ? സ്മെൽസ് ഗുഡ്. ഓ ഇത് സീൽ ചെയ്ത് ഭയങ്കര ഹെവി ആണല്ലോ. അരവണ എക്സ്പ്രഷൻ ഒന്ന് കാണിക്കൂ. നല്ലതാണോ? ഇതിന് വന്നേ നല്ല ഇതിപ്പോ തിക്കാണ്. കുഴപ്പമില്ല. സോപ്പിന്റെ ഒക്കെ മണമുണ്ട്. നമ്പർ 1 പണ്ടത്തെ എല്ലാം പഴമേലെ വേണമുണ്ടല്ലോ. ഇത് അതല്ല മറ്റേ ആയുർവേദിക് അങ്ങനെ എന്തോ ഒരു ആണോ? എനിക്കത് പണ്ടത്തെ ഒരു ഇതിന്റെ സ്മെൽ